ഇത് ഡിസംബർ മാസത്തിന്റെ തുടക്കമായിരുന്നു. കാട്ടിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ചെറുതായിട്ട് ഐസ് മഴയുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് എല്ലാ മൃഗങ്ങളും വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷത്തെ ശൈത്യകാലത്ത് എത്രയെത്ര സുഹൃത്തുക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വളരെ മോശമായിരിക്കുമെന്നാണ്. ആ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. കാരണം ഈ വർഷം ഡിസംബർ മുതൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജനുവരിയിൽ എന്തായിരിക്കുമെന്ന്. വൈകുന്നേര സമയം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. നല്ല തണുത്ത മഴ പെയ്യുകയായിരുന്നു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ടീനുക്കിളി, മൈന, ബുൽബുലൊക്കെ തിരിച്ചു പറക്കുന്ന സമയത്ത് നല്ല കാറ്റ് കാരണം പറക്കാൻ പറ്റുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടായി. എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറക്കാൻ പറ്റത്തില്ലേ? ടീനുക്കിളി നേരെ തറയിലോട്ട് വന്നു വീണു. അവളുടെ കൂടെ ബുൽബുലും മൈനയും കൂടെ വന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 3 പേരുടെ കണ്ണടഞ്ഞതുപോലും അവരറിഞ്ഞതുപോലുമില്ല. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോ ഇച്ചിരി തണുപ്പൊക്കെ മാറിയപ്പോ ബുൽബുലും മൈനയുടെ കണ്ണു തുറന്നു. ബുൽബുൽ, നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? ആ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ ടീനുക്കിളി ഇപ്പോഴും ഉറങ്ങുന്നത് എങ്ങനെയാ? ബുൽബുലും മൈനയെ എണീപ്പിക്കാനായിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടും എണീറ്റില്ല അവൾ. അയ്യോ, ഇവള് ശ്വസിക്കുന്നത് പോലും ഇല്ല. ശരീരം തണുത്തു വിറച്ചിരിക്കുന്നു. ടീനു നമ്മളെ വിട്ടു പോയി. ഇത് പറഞ്ഞ് ബുൽബുലും മൈനയും കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് എല്ലാ മൃഗങ്ങളും അവരുടെ അടുത്തേക്ക് എത്തി. ഉച്ചസമയം നല്ല വെയില് കിട്ടിയപ്പോ മൃഗങ്ങൾക്ക് ഇച്ചിരി ആശ്വാസം തോന്നി. അവര് നോക്കുമ്പോ ഒരു കൊക്ക് വയ്യാണ്ട് നദിയുടെ അടുത്തിരുന്ന് കരയുന്നതായിട്ട്. അല്ല, ഈ കൊക്ക് എവിടെ നിന്ന് വന്നു? അതിന് വേദന എടുക്കുന്നുണ്ടാവും. പാവം നദിയിലെ തണുത്ത വെള്ളം കാരണം മരവിച്ചിരിക്കുകയാണ്. നമുക്ക് 2 പേർക്കും കൂടി ചേർന്ന് ആ കൊക്കിനെ എടുത്ത് വെയിലത്തേക്ക് മാറ്റാം. രാമു ആന സ്വന്തം തുമ്പിക്കൈ കൊണ്ട് കൊക്കിനെ നിൽക്കാനായിട്ട് സഹായിച്ചു. അവരാ നദിയുടെ അടുത്തുനിന്ന് ദൂരെ വന്നു. ഞാൻ തീ കത്തിച്ചു. രാമുവാനെ, അവനെ കൊണ്ടുപോകൂ. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഫയറിന്റെ അടുത്ത് ഇരിപ്പായി. ആ സമയം കൊണ്ട് ഡോക്ടർ മുയലും അവിടെ എത്തി. ഞാൻ നിങ്ങൾക്ക് വേണ്ട മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം ഉടനെ ഭേദമാകും. ഡോക്ടർ മുയൽ ഔഷധി എടുത്ത് അവന്റെ ചിറകിലേക്ക് പുരട്ടി കൊടുത്തു. എല്ലാരും ആ കൊക്കിനെ നന്നായി നോക്കി. വൈകുന്നേരം ആയപ്പോ രക്തം മരച്ചു പോകുന്ന തണുപ്പ് വീണ്ടും തുടങ്ങി. എൻ്റെ ദൈവമേ, എന്തൊരു തണുപ്പാണിത്! എൻ്റെ 2 കൈയും കാലും മരവിച്ച പോലെ തോന്നുക. നിങ്ങൾ ഞാൻ കാരണം ഈ തണുപ്പത്ത് നിൽക്കരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് പോയി വിശ്രമിക്കൂ. ഇല്ല കൂട്ടുകാരാ, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങളിൽ 2 പേർ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. കാലു കരടി രാമു ആനയും കൊക്കിന്റെ അടുത്ത് തന്നെ നിന്നു. ബാക്കി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ വിഷമത്തിന്റെ ദിവസം തന്നെ ആയി. മിങ്കി ഗോറയുടെ 2 മക്കൾ തണുപ്പ് കാരണം മരിച്ചുപോയി. അവൾ ആ ശവശരീരത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയായിരുന്നു. ഞാൻ എന്ത് ഭാഗ്യമില്ലാത്ത അമ്മയാണ്. എന്റെ 2 മക്കൾ എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചു പോയല്ലോ. എന്റെ ഭഗവാനെ, ഈ തണുപ്പൊന്നും മാറ്റിത്താ. ഇല്ലേ, ഞങ്ങക്ക് ശക്തി താ. ഈ തണുപ്പ് സഹിക്കാനുള്ള ശക്തി. കൊക്കിന് എല്ലാവരുടെ വിഷമം കണ്ടപ്പോ ആകെപ്പാടെ ചിന്തയിലായി. പക്ഷെ അവൻ എന്തു ചെയ്യാൻ കഴിയും? ഐസിന്റെ മഴ കൂടാൻ തുടങ്ങി അവിടെ. രാവിലെ തൊട്ട് രാത്രിയാവാൻ പോണു. ഐസ് മഴ ഇതുവരെ തീർന്നില്ല. 24 മണിക്കൂറും ഐസ് മഴ തന്നെ അവിടെ. തണുപ്പ് അവിടെ കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷികൾ മാത്രമല്ല, അവിടെ മൃഗങ്ങളും മരിക്കാൻ തുടങ്ങി. കാട്ടിലെ 2 മുയലും 1 മാനും തണുപ്പ് കാരണം മരിച്ചു വീണു. എല്ലാ മൃഗങ്ങൾക്കും നല്ല വിഷമമായി. നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചു, എന്നെ നന്നായി പരിചരിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളെ തിരിച്ച് സഹായിക്കാനായില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അപ്പോഴേക്ക് എല്ലാ മൃഗങ്ങളും അവരെ നോക്കി ഞെട്ടലോടെ തന്നെ നിന്നു. രാമു ആന പറഞ്ഞു, അതെ അതെ കൊക്കേ, ഈ സംഭവിക്കുന്നതിനെല്ലാം കാരണം പ്രകൃതിയാണ്. ഇതിൽ നമ്മൾ പരസ്പരം എന്തു ചെയ്യാനാ? നീ ഇതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കൂ. എനിക്കറിയാം, പക്ഷേ എന്നിട്ടും എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടായിരിക്കും.
വൈകുന്നേരം ആവുമ്പോ തന്നെ അവിടത്തെ തണുപ്പും ഐസ് മഴയും കൂടാൻ തുടങ്ങി. എല്ലാ പക്ഷികളും മൃഗങ്ങളും ചിന്തയിലായി. ഇനി കാട്ടിലെ ആരാണാവോ മരിക്കാൻ പോകുന്നത്? അതുമാത്രമല്ല, എത്ര നാൾ ഈ തണുപ്പ് സഹിക്കേണ്ടി വരുമെന്ന്. അപ്പോഴേക്കും എല്ലാരും ആകാശത്തേക്ക് നോക്കുമ്പോ അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടും. അതെ, അങ്ങോട്ട് നോക്ക്. അതൊരു മാലാഖയല്ലേ? എങ്ങനെയാ ആകാശത്തുകൂടെ പറക്കുന്നത്? നീ എന്താ പറഞ്ഞത്? മാലാഖയോ? കൊക്കും ആകാശത്തേക്ക് നോക്കിയപ്പോ മാലാഖയെ കണ്ടപ്പോ അവനും ഒരുപാട് സന്തോഷമായി. ഇത് നീലമാലാഖയല്ലേ? നിങ്ങൾക്ക് സുഖമാണോ? ആഹാ, പ്രിയപ്പെട്ട കൊക്കെ, താഴത്തോട്ട് ഇറങ്ങി വന്നോ. കൊക്കിനെ കണ്ടപ്പോൾ സന്തോഷവുമായി. നീലമാലാഖെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നിനക്കും ഒരു കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇല്ല, എനിക്ക് സങ്കടമായനെ. എന്നെ സഹായിച്ച ആ കൊക്ക് എന്നെ സഹായിക്കുന്നതിന്റെ ഇടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെന്ന്. നിങ്ങളെ രണ്ടുപേരും പരസ്പരം എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രിയ കൂട്ടരെ. ഞാൻ നീലമാലാഖയാണ്. എന്റെ പുറകെ ഒരു രാക്ഷസനുണ്ടായിരുന്നു. എന്നെ കൊന്നിട്ട് എന്റെ ശക്തികൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ഒരു രാത്രി എന്നെ കൊല്ലാനായ രാക്ഷസൻ വന്നപ്പോഴേക്കും ഈ കൊക്ക് അവിടെ എത്തി. കൊക്കിന്റെ കൊക്ക് കണ്ട് അതിനെ ഉപദ്രവിച്ചു വിട്ടു. രാക്ഷസൻ ഇവനെ കൊല്ലാൻ നോക്കി. അതിന്റെ ഇടയ്ക്കാണ് ഇവന്റെ ചിറകിൽ പരിക്കേറ്റത്. പക്ഷെ ഇവന്റെ കൊക്ക് വെച്ച് കൊത്തിയതിനു ശേഷം ആ രാക്ഷസന് പരിക്കേറ്റു. എനിക്ക് മുറിവുണ്ടായിരുന്നു, അതുകൊണ്ടാ വൈകിപ്പോയത് ഇവിടെ എത്താനായിട്ട്. ഇന്നാണ് ഞാൻ എണീറ്റത്. അപ്പൊ ഇവനെ തപ്പിയിറങ്ങിയതാ ഞാൻ. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നമ്മുടെ കൊക്ക് ഞങ്ങളുടെ കാട്ടിലുള്ളത് കൊണ്ട് ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാവരെയും സഹായിക്കുന്നു. അതെ, പക്ഷേ എനിക്ക് നിങ്ങളെ ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു. കൊക്കെ, നീ എന്താ പറയണേ? എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറയൂ. യഥാർത്ഥത്തിൽ ഈ കാട് കുന്നിൻ്റെ താഴ്വരയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പ് വളരെ കൂടുതലാണ്. രാവും പകലുമായി ഒരുപാട് പക്ഷിമൃഗാദികൾ മരിച്ചു വീഴുന്നു. എനിക്ക് ഇവരെ സഹായിക്കാനൊട്ട് കഴിയുന്നുമില്ല. അവൻ പറഞ്ഞത് കേട്ട് നീലമാലാഖ എല്ലാ മൃഗങ്ങളെ നോക്കി നിന്നു. അവരുടെ മുഖത്തൊക്കെ വിഷമം തന്നെ ആയിരുന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചതാണ് കൊക്കെ. ഇനി നിന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയാ. അപ്പൊ ഞാൻ സഹായിക്കാതെ ഇരിക്കുമോ? അപ്പോഴേക്കും സ്വന്തം മാന്ത്രിക വടി എടുത്ത് കറക്കി. അപ്പോഴേക്കും തറയിൽ നിന്നും ഒരു തടി കഷ്ണം മുകളിലോട്ട് വന്നു. ആ തടി നേരെ മുകളിലോട്ട് വലുതായി. അതിന്റെ അറ്റത്ത് 4 വലിയ ഫാനും വന്നു. അല്ല, ഇത്ര വലിയ വലിയ പങ്കകളോ? ഇതുണ്ടായ തണുപ്പ് ഇനിയും കൂടും. അങ്ങനെയല്ല കൂട്ടുകാരെ. അങ്ങനെ ആ ഫാൻ കറങ്ങാൻ തുടങ്ങി. അതിൽ നിന്നും നല്ല ചൂട് കാറ്റ് വീശാൻ തുടങ്ങി. ഇത് കൊള്ളാലോ. അങ്ങനെ പതിയെ പതിയെ ചൂട് കാറ്റ് കാട്ടിൽ വീശാൻ തുടങ്ങി. അങ്ങനെ കാട്ടിലെ തണുപ്പ് പതുക്കെ കുറഞ്ഞു. ഇത് കൊള്ളാലോ. എന്തോരം ചൂട് കാറ്റാ കിട്ടുന്നത്. ഈ ചൂടുകാറ്റ് കാരണം വളരെ ആശ്വാസം തോന്നുന്നു. സത്യം, സന്തോഷം തോന്നുന്നുണ്ട്. ഇനി സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാലോ. ഈ തണുപ്പ് കാലം ഇനി നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ അല്ലേ? ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാൻ കൂട്ടുകാരെ. പൊന്നു കൊക്കെ, മനസ്സുകൊണ്ട് വീണ്ടും നിന്നോട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് നന്ദിയുണ്ട് നീലമാലാഖെ. നിങ്ങൾ വളരെ വലിയൊരു പ്രശ്നമാണ് മാറ്റിയത്. മറ്റുള്ളവരെ സഹായിക്കുന്നവർക്കേ ഒരിക്കലും ചീത്ത ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ നീലമാലാഖ അവിടുന്ന് അപ്രത്യക്ഷമായി. എല്ലാ മൃഗങ്ങളും ചൂടുകാറ്റ് ആസ്വദിക്കാൻ തുടങ്ങി.